ഹൗർ റാണ കൊച്ചിയിൽ വന്ന് താമസിച്ചിരുന്നില്ല ഈ സംഭവത്തിന് മുൻപ്, അതായത് മുംബൈ ഭീകരാക്രമണത്തിന് മുമ്പ് കൊച്ചിയിൽ വന്ന് താമസിച്ചിരുന്നല്ലോ, അത് സ്ഥിരീകരിച്ചിരുന്നല്ലോ. അതെ അതെ അതിൽ ഇമിഗ്രേഷൻസ് എല്ലാ റെക്കോർഡ്സ് ഉണ്ടല്ലോ. എന്തിനായിരുന്നു അദ്ദേഹം ഇവിടെ വന്ന് താമസിച്ചത് സംബന്ധിച്ച് ഇതുമായി ബന്ധപ്പെട്ട ഏതെങ്കിലും തരത്തിലുള്ള വിവരങ്ങൾ അന്ന് ലഭ്യമായിരുന്നു? ഇവിടെ വന്നിട്ട് ഒരു ഇൻ്റർവ്യൂ നടത്താൻ വേണ്ടിയിട്ട് വന്നു. പക്ഷേ ഇയാളെ കിട്ടിയില്ല, അതുകൊണ്ട് നമുക്ക് മനസ്സിലായിട്ടില്ല. റിക്രൂട്ട്മെന്റിന്റെ ഭാഗമായിട്ടാണോ അയാൾ കൊച്ചിയിൽ? അതെ അതെ കുറച്ച് ആൾക്കാർക്ക് ഇയാളെ റിക്രൂട്ട്മെൻറ്റ് ചെയ്യാറുണ്ടല്ലോ. പിന്നെ ആ ഇമിഗ്രേഷൻ സർവീസ് ആ സമയത്ത് പക്ഷേ ആ ഇമിഗ്രേഷന് ഇൻ്റർവ്യൂ നടത്തിയോ നടത്തിയില്ല എനിക്ക് ഓർമ്മയില്ല. ആക്ച്വലി ഐ ഡോണ്ട് റിമെമ്പറിങ്. അതിൻ്റെ ഭാഗമായിട്ടാണ് അയാൾ ഇവിടെ എത്തിയത്. അതെ, എല്ലാ സമയത്തും അങ്ങനെ പോകും. ഞാൻ ഒരു ആളുടെ കമ്പനി ഉണ്ടായിരുന്നു ബോംബെയിൽ. ആ ആളുടെ അടിസ്ഥാനത്തിന് ആക്കിയിട്ട് പോന്നു. എത്ര തവണ വന്നു പോയിട്ടുണ്ട് സാർ ഇയാൾ ഏകദേശം? ദാറ്റ് ഐ ഡോണ്ട് റിമെമ്പർ. ആണോ? ഒരുപാട് പ്രാവശ്യം എനിക്ക് തോന്നുന്നു 8-10 പ്രാവശ്യമായിരിക്കും. ഇയാൾ കനഡിയൻ പാസ്പോർട്ട് കയ്യിലുണ്ട്. കനഡിയൻ പാസ്പോർട്ട്. രാഗിൻ നൽകും കൂടുതൽ വിവരങ്ങൾ. രാഗിൻ, ഈ തഹാവൂർ റാണയെ ഇന്ത്യയിലേക്ക് എത്തിക്കുമ്പോൾ നമുക്ക് അറിയേണ്ടതായിട്ടുള്ള ഒരുപാട് കാര്യങ്ങളുണ്ട്, ചോദിക്കേണ്ടതായിട്ടുള്ള ഒരുപാട് ചോദ്യങ്ങളുണ്ട്. ഇന്ത്യയിൽ നിന്ന് ഏതെങ്കിലും തരത്തിൽ സഹായം തഹാവൂർ റാണയ്ക്ക് ലഭിച്ചിട്ടുണ്ടോ? ഉണ്ടെങ്കിൽ അതാരുടെ? മറ്റേതെങ്കിലും സ്ഥലങ്ങൾ അന്ന് 2008 ഇത്തരത്തിൽ ഭീകരാക്രമണത്തിനായി ആസൂത്രണം ചെയ്തിരുന്നു, ഉണ്ടെങ്കിൽ അത് ഏതൊക്കെ സ്ഥലങ്ങൾ എന്നുള്ള ചോദ്യങ്ങളൊക്കെ ബാക്കിയുണ്ട്. ആ ഘട്ടത്തിലാണ് കൊച്ചിയിൽ എത്തിയിരുന്നു എന്നുള്ളൊരു വിവരം ലഭ്യമാകുന്നത്. അതും 8-10 തവണ വന്നു പോയിട്ടുണ്ട് എന്നുള്ളതാണ് ലോക്നാഥ് ബെഹ്റ വ്യക്തമാക്കുന്നത്. തഹാവൂർ ഹുസൈൻ റാണയെ കസ്റ്റഡിയിൽ ചോദ്യം ചെയ്യുമ്പോൾ ഈ മുംബൈ ഭീകരാക്രമണത്തിന്റെ ഗൂഢാലോചന സംബന്ധിച്ചുള്ള വിവരങ്ങൾ പുറത്തേക്ക് വരുന്നതിനൊപ്പം അതോടൊപ്പം ഇയാൾ കൊച്ചിയിൽ എന്തിനു വന്നു, ആരെയൊക്കെ കണ്ടു, എന്തായിരുന്നു പദ്ധതി തുടങ്ങിയ കാര്യങ്ങൾ സംബന്ധിച്ചുള്ള വിശദാംശങ്ങൾ കൂടി ശേഖരിക്കാൻ ദേശീയ അന്വേഷണ ഏജൻസി ശ്രമിക്കുമെന്നത് തീർച്ചയാണ്. ആ വിവരങ്ങളേറെ നിർണായകമാകും. മറ്റ് ഏതെങ്കിലുമൊക്കെ സ്ഥലങ്ങളിൽ ഇത്തരത്തിലുള്ള ഭീകരാക്രമണത്തിന് പദ്ധതി ഇട്ടിരുന്നു എന്നടക്കമുള്ള കാര്യങ്ങൾ നോക്കേണ്ടതായിട്ടുണ്ട്. 2008 മാർച്ച് 26-നാണ് മുംബൈ ഭീകരാക്രമണം നവംബർ 26-നാണ് മുംബൈ ഭീകരാക്രമണം നടക്കുന്നത്. അതിന് ഏതാനും ദിവസങ്ങൾക്ക് മുൻപ്, അതായത് നവംബർ പകുതിയോടുകൂടി റാണ കൊച്ചിയിലെത്തുകയും മറൈൻ ഡ്രൈവിലെ ടാജിൽ താമസിക്കുകയും ചെയ്തു എന്നതൊക്കെയായിരുന്നു ലഭിക്കുന്ന വിവരം. അത് സ്ഥിരീകരിച്ചിട്ടുണ്ട് എന്നാണ് ഇപ്പോൾ NIA-യുടെ അന്നത്തെ ഉദ്യോഗസ്ഥനായിരുന്ന ലോക്നാഥ് ബെഹ്റ തന്നെ പറയുന്നത്. ഇത് പുറത്തേക്ക് വരുന്നത് ഈ ഭീകരാക്രമണത്തിന് ശേഷം ടാജ് ഹോട്ടൽ അധികൃതർ അവിടെ എത്തിയ വിദേശികളുടെ പട്ടിക, ലിസ്റ്റ് ഉൾപ്പെടെയുള്ള നൽകി. അങ്ങനെയാണ് ഈ റാണയുടെ പേര് ലഭിക്കുകയും റാണ സന്ദർശനം നടത്തുകയും ചെയ്തു എന്നത് വ്യക്തമാകുന്നത്. ആത്യന്തികമായി ഇയാൾ ഒരു ഡോക്ടറായിരുന്നു. ഡോക്ടറിൽ നിന്ന് ഒരു ഭീകരവാദിയിലേക്ക് ട്രാൻസ്ഫോം ചെയ്യുന്ന ഒരു രീതിയാണ് ഉണ്ടായിരുന്നത്. പാകിസ്ഥാൻ വംശജനായിരുന്നു. അവിടെ പാകിസ്ഥാൻ സൈന്യത്തിൽ ഇയാൾ ഡോക്ടറായി പ്രവർത്തിച്ചു. അതിനുശേഷം അവിടെ നിന്ന് ഇയാൾ കാനഡയിലേക്ക് പോയി. അവിടെ കാനഡിയൻ അവിടെ പാസ്പോർട്ട് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ലഭിച്ചിരുന്നു. തുടർന്നാണ് US-ലേക്ക് ഇയാൾ താമസം മാറുന്നത്. അതിനുശേഷം ഇന്ത്യയിൽ 8-10 തവണയൊക്കെ വന്നു